Next problem, given the distribution function of x, function of a continuous random variable x as capital F of x equal to 0 when x less than 0 and 1 minus e raised to minus lambda x when 0 less than x less than infinity. Find the PDF of x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, നമുക്ക് വേണ്ട സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പി ഡി എഫ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ്, പി ഡി എഫ് എപ്പോഴും സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറ്, യൂസ് ചെയ്യാറ്. സ്മോൾ ലെറ്റർ പി ഡി എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ പറഞ്ഞിരുന്നു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ക്യുമുലേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്തൊരു പി ഡി എഫ് കിട്ടും. അപ്പം നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്തൊരു ഫസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് പി ഡി എഫ് നമുക്ക് തന്നേക്കുന്നത് 0, അതെന്തായിരിക്കും 0. എപ്പോൾ വെൻ എക്സ് ലെസ് ദാൻ 0, എക്സ് ലെസ് ദാൻ ആയിരിക്കുമ്പോൾ ക്യുമുലേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 തന്നെ. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ അപ്പോൾ പി ഡി എഫ് എന്തായിരിക്കും 0 തന്നെ. ഇനി നെക്സ്റ്റ് കേസ് എന്താ, എഫ് ഓഫ് എക്സ് അടുത്ത സെക്ഷൻ ഡി ബൈ ഡി എക്സ് എഫ്, അടുത്ത നമുക്കുള്ളത് എന്താണ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഇതെപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നത്, വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇനി വേണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാമല്ലോ, 0 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഓക്കെ, വണ്ണിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് ഇ റേസ് ടു മൈനസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 0 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഡിഫറൻസിയേഷൻ ആയിട്ട് ഇതിന് ഇൻറ്റു ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, മൈനസ് ലാംഡ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ലാംഡ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഇൻറ്റു മൈനസ് ലാംഡ, ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മനസ്സും പ്ലസ് ആയി ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് കിട്ടിയല്ലോ. ഫസ്റ്റ് കേസ് എന്തായിരുന്നു 0, എപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ പി ഡി എഫ് എന്ത് വരും 0 തന്നെ. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓർ 0 ടു ഇൻഫിനിറ്റി, എങ്ങനെ വേണമെങ്കിലും എഴുതാവേ, എന്തൊരു ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നോർമലി കാണിക്കാറുണ്ടല്ലോ 0യ്ക്ക് പകരം എക്സ് ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് 0 അതർവൈസ്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ പി ഡി എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the amount of bread eggs in 1000 of rupees that a bakery is able to sell on a day has a probability density function f of x equal to ax 0 less than or equal to x less than or equal to 5, a into 10 minus x for 5 less than or equal to x less than or equal to 10, 0 otherwise. അപ്പോൾ എക്സിന് 1000 ഓഫ് റുപ്പീസ്, അതായത് 0യ്ക്കും 5000നും ബിറ്റ്വീൻ വരുന്ന എന്താ എമൗണ്ട് ഓഫ് ബ്രെഡ്, അതിൻ്റെ കറസ്പോണ്ടിങ് പി ഡി എഫ് എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് എ എക്സ്. 5നും 5000നും 10,000 ഇടയ്ക്കാണെങ്കിൽ എ ഇൻറ്റു 10 മൈനസ് എക്സ്, അതല്ലാതെ വേറെ എന്ത് വന്നാലും എന്തോരം പി ഡി എഫ് 0. ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് എ, ദെൻ പ്രോബബിലിറ്റി ഓഫ് 2.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6.5. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്തങ്ങ് പോവുകയാണ് ഈ പാറ്റേൺ വരുന്നത്. അടുത്തതൊരു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4.5 ഗിവൺ എക്സ് ലെസ് ദാൻ 6. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കാദ്യം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്താ എയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രോപ്പർട്ടി യൂസ് ചെയ്യും. പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു പ്രോപ്പർട്ടി ടോട്ടൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്തോരം 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്തൊരു ഇൻ്റഗ്രൽ ഫസ്റ്റ് വണ്ണിൻ്റെ റേഞ്ച് 0 to 5, 1000 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് മീൻസ് 5000 ഇൻറ്റു എ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഒരു സെക്ഷനേ ആയിട്ടുള്ളൂ 0 മുതൽ 5 വരെ, അത്രേ ആയിട്ടുള്ളൂ. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, വീണ്ടും പി ഡി എഫ് ഉണ്ട്, പി ഡി എഫിൽ സെക്കൻഡ് പാർട്ടുണ്ട്, ദാറ്റ് ഈസ് 5 to 10
a into 10 minus x into dx. പിന്നെന്താ ലാസ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 അല്ലാതെ വേറെന്ത് വന്നാലും അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഇതിൻ്റെ ആവശ്യമില്ല. 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലെങ്കിൽ -∞ മുതൽ 0 വരെ എന്തും ആകാം. ഇതെന്തായിരിക്കും? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്തോരും ax² from 0 to 5 plus a into 10x minus x² from 5 to 10 equal to 1. അപ്പോൾ ഇതെന്തോരും a into implies ഇത് പോവാ a into 25/2 plus a into ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 25/2 തന്നെയാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 25/2 തന്നെ ദിസ് ഈസ് ഈക്വൽ ടു 1. അങ്ങനാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും വരിക? ഫ്രം ദിസ് a ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 2 times a into 25/2 equal to 1 അല്ലേ? 25/2 a into 25/2 repetition ആണ്. That's equal to 25a equal to 1. Therefore, from this we can conclude that a equal to 1/25. So, we can find out the value of a, then rewrite the given PDF. Okay. അപ്പോൾ നമ്മുടെ PDF എന്തോരും f of x equal to aക്ക് പകരം ആദ്യത്തെ എന്തായിരുന്നു ax. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 1/25. Then the PDF becomes ax/25 when 0 less than or equal to x less than or equal to 5. സെയിം റേഞ്ച് തന്നെ ആകപ്പാടെ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത എന്തോരും 1/25 10 minus x/24 or 1/25 into 10 minus x, whatever. 5 less than or equal to x less than or equal to 10 and 0 otherwise. PDF rewrite ചെയ്തു. ഇനി വേണം നമ്മൾ പ്രോബ്ലംസ് ഓരോന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. സെക്കൻഡ് വൺ പ്രോബബിലിറ്റി ഓഫ് 2.5 less than x less than 6.5. 2.5 less than x less than 6.5. This is equal to integral 2.5 to 6.5 എന്ന് ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ല. അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. 0 മുതൽ 5 വരെ ഒരു PDF ഒരു ഇക്വേഷനും, ദെൻ 5 to 10 വരെ വേറൊന്നുമാണ്. അപ്പോൾ 2.5 മുതൽ 5 വരെ ഏതാണ്? x/25 into dx പ്ലസ് ഫ്രം 5 to 10 വരുന്നില്ല. നമ്മുടെ അപ്പർ ബൗണ്ട് വരുന്നത് 6.5. 6.5 വരെ എന്ത് വരും? 1/25 into 10 minus x into dx. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തരും x²/50 from 2.5 to 5 plus 1/25 into 10x minus x²/2 from 5 to 6.5. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് കിട്ടുക. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കിട്ടുക ദിസ് ഈസ് ഈക്വൽ ടു 0.375 പ്ലസ് 0.255. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.63. രണ്ടുകൂടെ നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? P of x greater than 4 given x less than 6. അപ്പോൾ അത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ മെത്തേഡാണ്. നമ്മൾ x greater than 4.5 given x less than 6. അപ്പോൾ എങ്ങനെ എഴുതാം? P of A intersection B. A intersection B എന്ന് പറയുമ്പോൾ 4x greater than 4.5 intersection x less than 6 divided by P of x less than 6. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4.5 4 5 6 7 x less than 4.5 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് x less than 6 എന്ന് പറയുമ്പോൾ 6നേക്കാം
ലെഫ്റ്റ് സൈഡിലോട്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 4.5 എന്ന് പറയുമ്പോൾ 4.5 4.5ൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഇത്രയും പോർഷൻ 4.5 മുതൽ എവിടെ വരെ 6 വരെ. അപ്പോൾ എങ്ങനെ എഴുതാം? പി ഓഫ് 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നുമില്ലായിരുന്നല്ലോ. ഓക്കെ, ഈക്വൽ ടു ഉണ്ടെങ്കിലും വലിയ ഇഷ്യൂസ് വരുന്നില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏതിനാണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. ആ സമയം ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഈക്വൽ ടുവിനൊക്കെ റോളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി സെയിം പി ഓഫ് 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 നമുക്ക് ഏത് PDF യൂസ് ചെയ്യാം? 4.5ഉം 6ഉം നോക്കിയാൽ 5 വരെ x/25 യൂസ് ചെയ്യാം. എബോവ് 5 എന്ത് ചെയ്യാം? 10 - x/25 യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ന്യൂമറേറ്റർ എന്തരും ഇൻ്റഗ്രൽ എവിടെ മുതൽ 4.5 മുതൽ 5 വരെ അവിടെ വെച്ച് ആദ്യത്തെ സെക്ഷൻ ആദ്യത്തെ എഫ് ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് വൺ x/25 × dx പ്ലസ് നെക്സ്റ്റ് വൺ എവിടെ മുതലാണ്? 5 മുതൽ 6 വരെ മതി. 6 ആണ് നമുക്ക് അപ്പം വന്നേക്കുന്നത്. 1/25 × 10 - x × dx. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുക. 0. ഫസ്റ്റ് സെക്ഷൻ എന്ത് വരും? x² / 50 ഫ്രം 4.5 to 5 plus 1/25 × 10x minus x²/2 from എവിടെ മുതൽ 5 to 6. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ആദ്യത്തെ സെക്ഷൻ വരിക 0.095 ആണ് നമ്മുടെ ഇത് വരുന്നത്. 4.5 വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ ചെയ്തോളൂ. ഇതിപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ മാത്രമാണ് എഴുതി പോകുന്നത്. പി ഓഫ് 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 മാത്രം. ഡിനോമിനേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും സെയിം സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നമ്മൾ എഴുതണം. പ്ലസ് 0.18. അപ്പോൾ ഇനി ഡിനോമിനേറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പി ഓഫ് എക്സ് ലെസ് ദാൻ 6. എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ട് സ്പ്ലിറ്റ് ഉണ്ടാവും. ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ എവിടെ വരെ മാക്സിമം പോകാം? ലെസ് ദാൻ 6നേക്കാൾ ചെറിയ ഏത് വാല്യൂസ് എടുക്കാമല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് ലോവർ ബൗണ്ട് ഉണ്ട്. 0 മുതലുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ 0ക്കും 10നും ബിറ്റ്വീൻ. അപ്പോൾ എവിടെ മുതൽ പോകാം? എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ? 0 മുതൽ 6 വരെ പോകാൻ പറ്റില്ല. 5 വരെ ഒരു PDF-ഉം പിന്നെ വേറൊരെണ്ണമാണ്. അപ്പോൾ 0 മുതൽ 5 വരെ ഏത് യൂസ് ചെയ്യും? x/25 പ്ലസ് അടുത്ത 5 മുതൽ ലെസ് ദാൻ 6 ആൻഡ് 6 വരെ അടുത്ത എന്തൊരു 1/25 × 10 - x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക x ഗ്രേറ്റ് 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റ് ലെസ് ദാൻ 6 എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്നത് എന്ത് വരും? 0.404 വരും. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്റ്റെപ്സ് ഒന്നും ഇടയ്ക്കുള്ള എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം ഇതേ പാറ്റേണിൽ ഒരു 5-6 പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം വീണ്ടും റെപ്പറ്റീഷൻ ഒരു ഇതല്ലാത്തതുകൊണ്ടാണ്, കൺവീനിയൻ്റ് ആയിട്ട് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.